നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ആശംസിക്കുന്നു. ഈ സുദിനം കർത്താവ് നമുക്ക് അനുഗ്രഹമായി നൽകിയ ദിവസമാണ്. ദൈവത്തിന് നന്ദി പറയാം. നന്ദിയുടെ മനോഭാവത്തോടുകൂടെ ഈ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭാ മാതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന തിരുവചന ഭാഗം ലൂക്ക അറിയിച്ച സുവിശേഷം 18 അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഒരു അന്ധനായ മനുഷ്യന്, അന്ധനായ യാചകന് കാഴ്ച കൊടുക്കുന്ന സംഭവമാണ് ലൂക്കാ സുവിശേഷകൻ ഇവിടെ വിവരിക്കുന്നത്. ഒരു മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ യേശുവിനെ വിളിച്ച് കരയുന്നു. യേശു അവന് സൗഖ്യം നൽകുന്നു. യേശുവിൻ്റെ പിന്നാലെ അവൻ കടന്നു പോകുന്നു. അന്ധനായ ഒരു യാചകന് കാഴ്ച കൊടുക്കുന്ന യേശുവിൻ്റെ വലിയ കരുണയുടെ അത്ഭുതമാണ് നമ്മളിവിടെ വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 46 മുതൽ 52 വരെയുള്ള സുവിശേഷ ഭാഗത്ത് ഇതേ ഉപമ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ മർക്കോസ് സുവിശേഷകൻ ആ അന്ധനായ യാചകന് ഒരു പേര് നൽകുന്നുണ്ട്. അവൻ്റെ പേര് ബർത്തിമേയുസ് എന്നാണ്. ബർത്തിമേയുസ് എന്ന വാക്കിൻ്റെ അർത്ഥം തിമയോസിൻ്റെ പുത്രൻ എന്നാണ്. അങ്ങനെ ബർത്തിമേയുസിന് യേശു കാഴ്ച കൊടുക്കുന്ന അനുഭവമാണ് മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതേ ഭാഗം തന്നെയാണ്, അതേ അത്ഭുതം തന്നെയാണ് ഇവിടെയും ലൂക്കായുടെ സുവിശേഷം 18 അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്. ഒരന്ധനായ മനുഷ്യൻ, അവൻ ജെറീക്കോയിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. യേശു ആ വഴി കടന്നു പോവുകയാണ്. യേശുവിൻ്റെ യാത്ര ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു. എന്തിനാണ് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത്? ജെറുസലേം രക്ഷയുടെ അടയാളമാണ്. രക്ഷ നൽകുവാൻ വേണ്ടിയാണ് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജെറീക്കോയിലൂടെ കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്ഷയിലേക്കുള്ള യാത്ര ഇതുപോലെ പല പല ജെറീക്കോയിലൂടെ ഇന്നും കടന്നു പോവുകയാണ്. നമ്മുടെ കുടുംബമാകുന്ന ജെറീക്കോയിലൂടെ യേശു കടന്നു പോവുകയാണ്. നമ്മുടെ കുടുംബത്തിലൂടെ യേശു കടന്നു പോവുകയാണ്. എന്തിനാണ് യേശു ജെറീക്കോയിലൂടെ കടന്നു പോകുന്നത്? യേശു എല്ലാവർക്കും രക്ഷകനായി തീരുവാൻ വേണ്ടിയാണ്. സകല മനുഷ്യർക്കും രക്ഷകനായി തീരുവാൻ വേണ്ടി യേശു ജെറീക്കോയിലൂടെ കടന്നു പോവുകയാണ്. ജെറീക്കോയിലൂടെ ജെറുസലേമിലേക്ക് പോകുന്ന യേശുനാഥൻ, അവൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വലിയ ആരവമുണ്ട്. ഈ ആരവമാണ് ഈ അന്ധനായ യാചകൻ കേൾക്കുന്നത്. അവൻ അന്വേഷിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ അവനോട് പറഞ്ഞു കൊടുക്കുന്നു, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്. നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു ചരിത്ര പുരുഷനായ യേശുവാണ്. നസ്രത്തിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന യേശുവാണ് കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, അവർ പറഞ്ഞു കൊടുക്കുന്നത് നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്നാണ്. അവൻ കേൾക്കുന്നതും അതുതന്നെയാണ്. നസ്രായനായ യേശുവിനെയാണ് അവൻ കേൾക്കുന്നത്. പക്ഷേ നസ്രായനായ യേശുവിനെ കുറിച്ച് അവൻ കേൾക്കുമ്പോൾ അവൻ്റെ ചിന്ത രക്ഷയിലേക്ക് പോവുകയാണ്. അവൻ വിളിച്ചു കരയുന്നത്
ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയാകണമേ എന്നാണ്. സ്നേഹമുള്ളവരെ, ദാവീദിൻ്റെ പുത്ര എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ദാവീദിൻ്റെ പുത്രൻ മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വരും, തങ്ങൾക്ക് രക്ഷ നൽകും, തങ്ങളുടെ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കും എന്നുള്ള പ്രവാചക ശബ്ദമാണ് അവൻ്റെ ഉള്ളിൽ മാറ്റിക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് നസ്രായനായ യേശുവിനെ കുറിച്ച് അവൻ കേൾക്കുമ്പോൾ അവൻ്റെ ചിന്ത പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പ്രവാചകന്റെ വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പ്രവാചകന്റെ പൂർത്തീകരണം അവനിൽ സംഭവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ആ അന്ധനായ യാചകന്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, പ്രവാചക വചനത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരുന്നു. അവൻ വിളിച്ചു കരയുകയാണ്, ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയാകണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഇതുവരെ അവൻ കൈനീട്ടിക്കൊണ്ടിരുന്നത് മനുഷ്യരുടെ മുമ്പിലാണ്. മനുഷ്യരുടെ കരുണയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന നാണയത്തൊട്ടുകൾക്ക് വേണ്ടി അവൻ കൈനീട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം ലഭിച്ചില്ല. പക്ഷേ ദാവീദിൻ്റെ പുത്രനാണ്, യേശുവാണ്, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അവൻ വിളിച്ചു കരയുകയാണ്, ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരുടെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യരുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ ദാഹിക്കുന്നവരാണ്. അവരുടെ പ്രശംസ നമുക്ക് ലഭിക്കുമ്പോൾ അമിതാഹ്ലാദവും അവരുടെ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അമിത ദുഃഖവും ഉണ്ടാകുന്നവരാണ് നമ്മൾ. പക്ഷേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത് യേശുവിൻ്റെ മുഖത്ത് നിന്നാണ്. യേശുവിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ അന്ധനായ യാചകൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് എന്തു കിട്ടിയാലും തൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞവനാണ്. തൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ തനിക്ക് വേണമെന്ന് അവൻ തിരിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്, ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം അവിടെയുണ്ട് എന്ന്. പരസ്പരം ബഹളം വയ്ക്കുന്ന, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. എന്നെ കണ്ടതും ഭാര്യ വേഗം വീടിനകത്തേക്ക് കയറി. ഭർത്താവ്, എൻ്റെ സുഹൃത്ത് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നെ അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. സ്വീകരണ മുറിയിൽ എന്നെ ഇരുത്തി. ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്? എന്തോ വഴക്കായിരുന്നല്ലോ. ഉടനെ തന്നെ ആ സഹോദരി വീടിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും എന്നെക്കുറിച്ച്, എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും എന്നെ പ്രശംസിച്ചിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് ഈ വീട്ടിൽ ഞാൻ ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്തിട്ടും എന്നെ മനസ്സിലാക്കുകയോ എന്നെ പരിഗണിക്കുകയോ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ എന്നെ ഒന്ന് പ്രശംസിക്കുകയോ ഈ മനുഷ്യൻ ചെയ്യാറില്ല. അങ്ങനെ വേദനയോടുകൂടെ ആ സ്ത്രീ, ആ സഹോദരി, ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഏതെങ്കിലും സമയത്ത് ഭർത്താവ് കുറ്റം പറയാറുണ്ടോ? അവൾ പറഞ്ഞു, കുറ്റം പറയാറില്ല. പക്ഷേ കുറ്റം പറയാതിരിക്കൽ മാത്രമല്ലല്ലോ, ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെക്കുറിച്ചൊന്ന് പ്രശംസിച്ച് പറയണ്ടേ? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ് മനുഷ്യർ. പക്ഷേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ പ്രശംസയാണ് നമുക്ക് ആവശ്യമെന്ന്. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട സ്നാപക യോഹന്നാൻ വിചാരിക്കുകയാണ്, താൻ ആർക്കു വേണ്ടി നിലകൊണ്ടുവോ, താൻ ആർക്കു വേണ്ടി ജീവിച്ചുവോ, അവൻ നസ്രായനായ യേശു മിശിഹ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ കാരാഗൃഹത്തിൽ നിന്ന് തന്നെ രക്ഷിക്കും എന്ന്. പക്ഷേ സ്നാപക യോഹന്നാനെ രക്ഷിക്കുവാൻ യേശു കടന്നു വരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, പല ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ യേശു കടന്നു വരുന്നില്ല. സ്നാപകന്റെ മനസ്സിൽ
ഒരു സംശയം ഉടലെടുക്കുകയാണ്. ഇവൻ തന്നെയാണോ വരാനിരിക്കുന്ന മിശിഹ? ഇവൻ തന്നെയാണോ രക്ഷകൻ? രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ രക്ഷകനായി കടന്നു വരുന്നില്ല? ഈ സംശയമാണ് സ്നാപകന്റെ മനസ്സിലുള്ളത്. സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. നീ തന്നെയാണോ വരാനിരിക്കുന്ന മിശിഹ എന്ന്? സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. യേശുവിനോട് ചോദിച്ചു, നീ തന്നെയാണോ വരാനിരിക്കുന്ന മിശിഹ? യേശു ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നീ കാണുന്നതും കേൾക്കുന്നതും നിന്റെ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുക. ഇവിടെ അന്ധൻ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തൻ നടക്കുന്നു, അവർക്കെല്ലാവർക്കും സൗഖ്യം ലഭിക്കുന്നു. അങ്ങനെ മിശിഹായുടെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിവിടെ സംഭവിക്കുന്നുവെന്ന് നിന്റെ ഗുരുവിനോട് ചെന്ന് പറയുക എന്ന് സ്നാപകന്റെ ശിഷ്യരോട് പറയുകയാണ് യേശു. സ്നേഹമുള്ളവരെ, സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോയി. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്, സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ല എന്ന്. സ്നേഹമുള്ളവരെ, യേശു അവിടെ സ്നാപക യോഹന്നാനെ പ്രശംസിച്ച് പറയുകയാണ്. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പ്രശംസ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ കേൾക്കുന്നില്ല, സ്നാപക യോഹന്നാൻ കേൾക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളിലും, നമ്മുടെ ഓരോ നന്മപ്രവൃത്തികളിലും നല്ലവനായ യേശുനാഥൻ പ്രശംസിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളത് തിരിച്ചറിയണമെന്നില്ല, നമ്മളത് മനസ്സിലാക്കണമെന്നില്ല, നമ്മളത് കേൾക്കണമെന്നില്ല. പക്ഷേ യേശുനാഥൻ നമ്മുടെ ഓരോ പ്രവൃത്തികളും നോക്കിക്കാണുകയാണ്. യേശു നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും നോക്കിക്കാണുകയാണ്, നമ്മെ പ്രശംസിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണമെന്നില്ല എന്ന് മാത്രം. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ അന്ധനായ മനുഷ്യൻ യേശുവിനെ വിളിച്ച് കരയുകയാണ്, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. പക്ഷേ അവിടെ കൂടിയിരുന്ന ജനം മുഴുവൻ ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ച് കരയുന്ന ആ അന്ധനായ മനുഷ്യനോട് പറയുകയാണ്, നീ നിശബ്ദനായിരിക്കുക, നീ മിണ്ടാതിരിക്കുക, നീ ബഹളം വയ്ക്കാതിരിക്കുക. സ്നേഹമുള്ളവരെ, വലിയൊരു ആരവത്തിൻ്റെ നടുവിൽ, വലിയൊരു ബഹളത്തിൻ്റെ നടുവിൽ ഒരു അന്ധനായ മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ ആ സ്വരം അവർക്ക് അരോചകരമായി മാറുകയാണ്. അവർക്കത് സഹിക്കാൻ പറ്റാത്തതായി മാറുകയാണ്. ആ ബഹളത്തിനിടയിൽ ആ അന്ധന്റെ സ്വരം അവർക്ക് അസഹനീയമായി തീരുകയാണ്. പക്ഷേ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു കരയുകയാണ്. ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന്. സ്നേഹമുള്ളവരെ, ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ട് ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചു കരയുന്ന ഒരു അന്ധനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവന്റെ മുമ്പിൽ ആ ജനക്കൂട്ടമില്ല, അവന്റെ മുമ്പിൽ ആരവങ്ങളില്ല, അവന്റെ മുമ്പിൽ യേശുക്രിസ്തു മാത്രമാണ്. അവന്റെ മുമ്പിൽ രക്ഷകനായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ യേശുവിനെ വിളിച്ചു കരയുന്നത്. ബഹളത്തിനിടയിൽ യേശു അവിടെ നിന്നിട്ട് അവരോട് പറഞ്ഞു, അവനെ വിളിക്കുക. അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് നടന്നെടുക്കുകയാണ്. ആ ബഹളത്തിനിടയിൽ പോലും യേശു അവൻ്റെ സ്വരം ശ്രവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആർക്കെല്ലാം അസഹനീയമാണ് നമ്മളുടെ സ്വരമെങ്കിലും ദൈവത്തിന് പ്രിയങ്കരമാണ് നമ്മുടെ സ്വരമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ സ്വരം അസഹനീയമായിരിക്കാം. പക്ഷേ യേശുവിന് നമ്മുടെ സ്വരം സഹനീയമാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതു ബഹളത്തിനിടയിലും യേശു നമ്മുടെ സ്വരം ശ്രവിക്കുകയാണ്. യേശു നമ്മുടെ സ്വരം കേൾക്കുവാൻ കാതോർക്കുകയാണ്. യേശു അവിടെ നിൽക്കുന്നു, അവനെ വിളിക്കാൻ പറയുന്നു. യേശു അവനെ വിളിച്ച് അവന് സൗഖ്യം നൽകുകയാണ്. സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇതുപോലെ വേദനിക്കുന്നവരുടെ സ്വരം ശ്രവിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അവിടെ എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ട്, ഹന്ന എന്നും പെനീന എന്നും. ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കളുണ്ട്. അതുകൊണ്ട് പെനീന എപ്പോഴും ഹന്നയെ കുറ്റപ്പെടുത്തും. ദൈവത്തിൻ്റെ ശാപമാണ് നിനക്ക് മക്കളുണ്ടാകത്തത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഹന്ന വേദനയോടെ ദൈവത്തെ വിളിച്ചു കരയുകയാണ്. ഒരു ദിവസം ഹന്ന ഈ വേദനയോടുകൂടെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ
കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹന്ന, ആ ഹന്നയെ കാണുന്ന പുരോഹിതനായ ഏലി ആ ഹന്നയോട് ചോദിക്കുന്നുണ്ട്, ഹേ സ്ത്രീ, നീ എത്ര നേരം മദ്യം കഴിച്ച് ഉന്മത്തയായി നിൽക്കുമെന്ന്? എത്ര നേരം നീ മദ്യം കഴിച്ച് ഉന്മത്തയോടുകൂടെ ഈ ദേവാലയത്തിലായിരിക്കുമെന്ന്? അവൾ പറഞ്ഞു, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എൻ്റെ ഗുരു, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയാണ്. സ്നേഹമുള്ളവരെ, വേദനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് തൻ്റെ വേദന ഇറക്കി വയ്ക്കുന്ന ആ ഹന്നയെ പുരോഹിതനായ ഏലി മനസ്സിലാക്കുന്നില്ല എന്നതാണ്. പുരോഹിതനായ ഏലി ആ ഹന്നയെ മനസ്സിലാക്കുന്നില്ല എങ്കിലും ദൈവം അവളുടെ സ്വരം കേൾക്കുകയാണ്. ദൈവം അവൾക്കൊരു പുത്രനെ നൽകുകയാണ്, സാമുവേലിനെ ദൈവം നൽകുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ നടുവിൽ നമ്മുടെ സ്വരം ശ്രവിക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ലവനായ ദൈവം നമുക്കുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന നിമിഷങ്ങൾ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ, മറ്റുള്ളവർ തള്ളിപ്പറയുന്ന നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ് ബെനഡിക്റ്റ് ഓണംകുളം അച്ഛൻ്റേത്. നമുക്കറിയാം, 1966 നടന്ന സംഭവം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേദനയുടെ ഒരു ഘോഷയാത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും കുറ്റപ്പെടുത്തി, കോടതി കുറ്റപ്പെടുത്തി, സമൂഹം കുറ്റപ്പെടുത്തി. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടുകൂടെ ബെനഡിക്റ്റ് അച്ഛൻ നിന്നു എന്നുള്ളതാണ്. വേദനയുടെ നടുവിൽ പോലും ദൈവം എല്ലാം കാണുന്നുവെന്ന്, യേശു എല്ലാം കാണുന്നുവെന്ന് ആ ബെനഡിക്റ്റ് അച്ഛൻ ചിന്തിച്ചു. ബെനഡിക്റ്റ് അച്ഛൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ നിസ്സഹായത ഏറ്റുപറഞ്ഞു. സ്നേഹമുള്ളവരെ, എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും, എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ സഹനദാസനായി ബെനഡിക്റ്റ് അച്ഛൻ നിലകൊണ്ടു. അതുകൊണ്ട് ദൈവം മഹത്വത്തോടുകൂടെ ആ അച്ഛനെ ഉയർത്തുകയാണ്, സഹനദാസനായി ഉയർത്തുകയാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറ്റുകയാണ്, മറ്റുള്ളവർക്ക് സൗഖ്യദായകനായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സഹനത്തിൻ്റെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ, വേദനയുടെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ, ഒറ്റപ്പെടുത്തലുകളുടെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ മാറ്റി നിർത്തുന്ന നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മെ കാണുന്ന, നമ്മെ ശ്രവിക്കുന്ന, നമ്മെ കേൾക്കുന്ന നല്ലവനായ ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇവിടെ ഈ അന്ധനായ മനുഷ്യൻ ദൈവത്തെ വിളിച്ചു കരയുകയാണ്, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. അങ്ങനെ വിളിച്ചു കരയുന്ന അവനെ യേശു വഴിയരികിൽ നിന്ന് വഴിയിലേക്ക് വിളിക്കുകയാണ്. വഴിയരികിൽ നിന്ന് യേശു അവനെ വഴിയിലേക്ക് വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു അവനെ വഴിയരികിൽ നിന്ന് വഴിയിലേക്ക് വിളിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിത്ത് പാകുന്ന ഒരു കൃഷിക്കാരൻ്റെ ഉപമ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, വഴിയരികിൽ കുറെ വിത്ത് വീണു. വഴിയരികിൽ വീണ വിത്ത് പക്ഷികൾ വന്ന് തിന്നുകൊണ്ടുപോയി. സ്നേഹമുള്ളവരെ, യേശുവിനറിയാം വഴിയരികിലേക്ക് വചനം വിളമ്പിയാൽ അതൊരിക്കലും ഫലം തരില്ല എന്ന്. അതുകൊണ്ട് യേശു വഴിയരികിൽ നിന്ന് അവനെ വിളിക്കുകയാണ്. വഴിയരികിൽ നിന്ന് അവനെ വിളിച്ച് വഴിയിലേക്ക് വിളിക്കുകയാണ്. ആരാണ് വഴി? വഴി യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് വഴി എന്ന്. ഞാനാണ് വഴി, യേശുവാണ് വഴി. യേശുവാകുന്ന വഴിയിലേക്ക് അവനെ വിളിക്കുകയാണ്. 41-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. സ്നേഹമുള്ളവരെ, യേശു അവനോട് പറയുകയാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വചനം പറയുന്നു, തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. ഒരു നിമിഷം പോലും പാഴാകാതെ യേശു അവന് കാഴ്ച കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ യേശുവിൻ്റെ പ്രോമിസ്, വാഗ്ദാനം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും.
ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, ചോദിക്കുന്നവന് കൊടുക്കുന്ന കർത്താവാണ് നമുക്കുള്ളത് എന്ന്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, അത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. യേശുവിൻ്റെ വാഗ്ദാനം ഇതാണ്: നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഇവിടെ ആ അന്ധനായ യാചകൻ യേശുവിൻ്റെ മുമ്പിൽ ചോദിക്കുകയാണ്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവന് കൊടുക്കുകയാണ്. തൽക്ഷണം യേശു അവന് കാഴ്ച കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിൻ്റെ അധിപനാണ് യേശുനാഥൻ. സർവ്വജനങ്ങളുടെയും അധിപനാണ് യേശുനാഥൻ. സർവ്വസമ്പത്തിൻ്റെയും അധിപനാണ് യേശുനാഥൻ. സർവ്വശക്തിയുടെയും മേലാണ് യേശുനാഥൻ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു പറയുന്നു, യേശുവാണ് ഈ ലോകത്തിൻ്റെ സർവാധിപൻ എന്ന്. അതുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കുകയാണ്. യേശു സൗഖ്യദായകനാണ്. യേശു സൗഖ്യദായകനാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും തോണിയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുകയാണ്. ആ അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുന്ന യേശുനാഥൻ ശിഷ്യന്മാര് യേശുവിനെയും കൊണ്ട് തുഴഞ്ഞുകൊണ്ട് വള്ളത്തിൽ പോവുകയാണ്. അപ്പോഴാണ് കടലിൽ ഓളങ്ങൾ തല്ലിക്കൊണ്ട് ആ വള്ളം മുങ്ങുവാൻ പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. അവർ വേദനയോടുകൂടെ, അവർ ഭയത്തോടുകൂടെ യേശുവിനെ വിളിച്ച് കരയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. യേശു എഴുന്നേറ്റ് പറഞ്ഞു, കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക എന്ന്. കാറ്റ് നിലച്ചു, കടൽ ശാന്തമായി. സർവ്വലോകത്തിൻ്റെയും അധിപനായി യേശു മാറുകയാണ്. യേശു പറഞ്ഞാൽ അവിടെ എല്ലാവരും ശ്രമിക്കുകയാണ്. യേശു പറഞ്ഞാൽ എല്ലാം സംഭവിക്കുകയാണ്. കടൽ ശാന്തമാകുന്നു, കാറ്റ് നിലയ്ക്കുന്നു, എല്ലാം സമാധാനപരമായി തിരികെയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിളിച്ചു കരയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കോളിളക്കങ്ങളിൽ നമ്മൾ വിളിച്ചു കരയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തി നൽകുവാൻ, സമാധാനം നൽകുവാൻ കഴിവുള്ളവനാണ് യേശുനാഥൻ. 41-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ് ആ അന്ധനായ യാചകൻ പറയുന്നത്. എന്താണ് കാഴ്ച വീണ്ടും കിട്ടുക എന്ന് പറഞ്ഞാൽ? കാഴ്ച വീണ്ടും കിട്ടുക എന്ന് പറഞ്ഞാൽ അവന് കാഴ്ചയുണ്ടായിരുന്നു, അവന് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെ കാഴ്ചയുള്ളവരാണ് നമ്മൾ. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ യേശുവിനെ വിളിച്ചു കരയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ കാഴ്ച നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ എപ്പോഴാണ്? പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുമ്പോഴാണ്. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ കാഴ്ച നഷ്ടപ്പെടും. സ്നേഹമുള്ളവരെ, നമുക്ക് യേശുവിൻ്റെ വഴിയിലേക്ക് കടന്നു വരാം. സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ദൂതനായ യേശുവിൻ്റെ പിന്നാലെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ ജീവിതത്തിലും യേശു സൗഖ്യം നൽകട്ടെ, നമ്മുടെ ജീവിതത്തിലും യേശു സമാധാനം നൽകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകണമേ. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. എന്നെ അങ്ങയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ, അങ്ങയുടെ വഴിയിലൂടെ കടന്നു പോകുവാൻ, അങ്ങയെ അനുഗമിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.